ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തി മാവ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ ഉണ്ടയായിട്ട് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളുടെ കൂട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൂട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറായി കിട്ടും. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാനിവിടെ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 5 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അഥവാ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് തൂവിക്കൊടുത്താൽ മതി. നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മാത്രം മതി. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് നിന്നും നമുക്കിത് മടക്കി തുടങ്ങാം. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇത് ഒരുപാട് ലെയറുകളായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ മടക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. നമുക്ക് ഒരുപാട് കനത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒന്നിക്കിൽ കിച്ചൺ സിസേഴ്സ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഏകദേശം എല്ലാം ഒരേ കനത്തിൽ വരുന്ന രീതിക്ക് വേണം നമ്മളൊന്ന് മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പം എല്ലാം തന്നെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, നല്ല ലെയറുകളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലെയറുകളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് തയ്യാറാക്കി എടുക്കരുത്. കാരണം നമ്മളിത് മടക്കി എടുത്തതുകൊണ്ട് തന്നെ ഉള്ളോളം വെന്ത് വരണമെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ ഉള്ളോളം വെന്ത് വരുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇതിനൊരു മസാലയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഒന്ന് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറി വരണം. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഉള്ളിക്കൊരു ചെറിയ ക്രഞ്ചിനെസ് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഒന്ന് ഉടഞ്ഞ് വരണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും
1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കുക. ആ ഒരു മസാലയുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി വരണം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നല്ലപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മറ്റേ ഗോതമ്പ് പൊടിയിൽ ഉപ്പ് ചേർത്തിരുന്നു. അതൊന്ന് ഓർത്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മസാല എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഇതിലേക്ക് നമ്മളുടെ മസാല നല്ലപോലെ മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തോളൂ. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചപ്പാത്തി മാവ് ബാക്കി വന്നാലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വേറെയും കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ കിട്ടും. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.